بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വറളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമിഹി അവരുടെ സഹീഹുൽ ബുഖാരി അതിനെ സംബന്ധിച്ചുള്ള ചില പ്രത്യേക കാര്യങ്ങളാണ് ഇന്ന് നാം പറയുന്നത്. വേദശേഷ മഹാസത്യപാതാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൻ്റെ ശേഷം ഏറ്റവും വലിയ കിതാബ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹുൽ ബുഖാരിയാണ്. ഈ സഹീഹുൽ ബുഖാരി അത് ഇമാം ബുഖാരി എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? അതുപോലെ പ്രധാനപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളായ സഹീഹ് മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, നസായി പോലെയുള്ള കിതാബുകളും അവരുടെ എല്ലാം ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അതുപോലെ അവർക്ക് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഇതേ കിതാബുകളിൽ കൊടുക്കാൻ അതിൻ്റെ നിബന്ധനകൾ എന്താണ് അവർ വച്ചിട്ടുള്ളത്, എന്തായിരുന്നു നിബന്ധന, ഇതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴേ ഇമാം ബുഖാരിയുടെ സഹീഹ് മറ്റ് കിതാബുകളെ തൊട്ടെല്ലാം വേറിട്ട് അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ കയ്യാൽ എഴുതപ്പെട്ട കിതാബുകളിൽ വെച്ച് ഏറ്റവും വലിയത്, ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും കളങ്കമറ്റത്, യാതൊരു ന്യൂനതയുമില്ലാത്തത് എന്ന ആ മഹത്വം എന്തുകൊണ്ട് ലഭിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇമാം ബുഖാരി അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നാം പറഞ്ഞതുപോലെ ഇതിന് വേണ്ടി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അസ്ലായ ഹദീസുകളെ അതിൻ്റെതായ തനിമ നിലർത്തിയും കൊണ്ട് ആ ഹദീസിനെ ലോകത്തിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത മഹാനാണ്. അതുകൊണ്ട് തന്നെ മഹാനവർകൾ ഈ സ്വഹീഹ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് എന്ത്? മഹാനായ ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി മുഖദ്ദിമയിൽ രണ്ടാം ഫസ്ൽ ഫീ ബയാനി മൗളൂഇഹി വൽ കശ്ഫി അൻ മഗ്സാഹു ഫീഹി എന്നതാണ്. ബുഖാരിയുടെ മൗളൂ വിഷയമെന്ത്, ഈ കിതാബിൽ അവരുടെ ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ളത് വിശദീകരിക്കുന്ന വിഷയമാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞു, എൻ്റെ കിതാബിൽ ഞാൻ ലം ഉഖർരിജ് ഫീ ഹാദൽ കിതാബി ഇല്ലാ സഹീഹ,
ഞാൻ ഈ കിതാബിൽ കൊണ്ടുവന്ന ഹദീസുകൾ സ്വഹീഹല്ലാത്തത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, മുഴുവനും സ്വഹീഹാണ്. സ്വഹീഹെല്ലാം ഞാൻ ഇതിൽ കൊണ്ടുവന്നു എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ ഒഴിവാക്കിയത് പറയും സ്വഹീഹുണ്ട്. അതിന് വിശദീകരണങ്ങളെല്ലാം നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വഹീഹായ ഹദീസ് അത് മാത്രമാണ് അവർ കൊണ്ടുവരുന്നത്. ഇതിൽ കൊണ്ടുവരുന്ന ഹദീസുകൾ സ്വഹീഹായിരിക്കും. അതിലേക്ക് ഇതിൻ്റെ പേര് തന്നെ സാക്ഷിയാണ്. എന്താണ് സ്വഹീഹിൻ്റെ പേര്? നേരെ പൂർണ്ണമായ പേര് അൽ ജാമിഉ സ്വഹീഹുൽ മുസ്നദ് മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുനനിഹി വഅയ്യാമിഹി. ഇതാണ് ഈ സ്വഹീഹായ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയുടെ പൂർണ്ണ പേര്. അൽ ജാമിഉ സ്വഹീഹു അൽ മുസ്നദ് മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുനനിഹി വഅയ്യാമിഹി. ആ പേര് തന്നെ അറിയിക്കുന്നുണ്ട് ഇത് സ്വഹീഹായ ഹദീസുകളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അതോടുകൂടെ ഇമാം ബുഖാരിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത് ഹദീസുകളെ മാത്രം കൊണ്ടുവരലായിരുന്നില്ല. അതോടുകൂടെ ഹദീസുകളിൽ നിന്ന് എങ്ങനെ ഒരു മസ്അലകളെ കണ്ടെത്താൻ കഴിയും, ഇത് ഇമാം ബുഖാരിയുടെ പ്രത്യേകമായ ഒരു ലക്ഷ്യമായിരുന്നു. ഹദീസുകളിൽ നിന്ന് എങ്ങനെയാണ് മസ്അലകളെ, ഫായിദകളെ, ആശയങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ അധിക ഹദീസുകളുടേക്കും ബാബിടുന്നത് തന്നെ ആ ഹദീസുകളിൽ നിന്ന് ഇന്നാലിന്ന കാര്യങ്ങൾ അതിന് പിടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരേ ഹദീസ് തന്നെ ചെറിയ സനദിലോ മത്തിനിലോ വ്യത്യാസത്തോടു കൂടെ രണ്ടിലും വ്യത്യാസമില്ലാതെ ഒരേ മാതിരി പറഞ്ഞ ഹദീസുകൾ വളരെ വിരലെണ്ണാൻ പറ്റുന്നതേ ഉള്ളൂ. സനദും മത്തിനും ഒരു മാറ്റമില്ലാതെ. പക്ഷേ രണ്ടോടത്തും പറയുന്നത് വെവ്വേറെ ലക്ഷ്യത്തിനായിരിക്കും, ബാബിൽ വിഷയം മാറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാർ പലരും പറഞ്ഞത് ഇമാം ബുഖാരിയിൽ ആവർത്തനമില്ല എന്ന് പറയുന്നത്. ഒന്നിരിക്കൽ സനദിന് മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ മത്തിനിൽ മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ബാബ് മാറ്റിയിട്ടുണ്ടാകും. ഒരേ ഹദീസിൽ നിന്ന് തന്നെ വേറെ വേറെ ഫായിദക്ക് വേണ്ടി ഹദീസുകൾ ചിലപ്പോൾ 10 വട്ടം 12 വട്ടം 20 വട്ടം എല്ലാം പറഞ്ഞ ഹദീസുകൾ ഉണ്ടാവാം. അതിൻ്റെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെ ഗ്രഹിക്കാം, അതിൻ്റെ നേരെ ലാഹിർ മാത്രമല്ല അതിൻ്റെ ബാത്തിനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നും കൊണ്ട് ഓരോരോ കാര്യങ്ങളും ഇമാം ബുഖാരി പുറത്തേക്കെടുക്കും. അത്ഭുതപ്പെട്ടു പോകും ഇമാം ബുഖാരിയുടെ ബാബ്. ഇമാം ബുഖാരിയുടെ ലക്ഷ്യമുള്ളത് ഹദീസുകളിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പ്രത്യേകമായി മനസ്സിലാക്കി തരലാണ്. അത് തന്നെ നേരിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് ബാധീസുള്ളത് പോലെ തന്നെ ചിലപ്പോൾ ഇഷാറത്ത് നിരക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഫായിദപ്പിച്ച് എടുക്കാൻ കഴിയുക എന്നുള്ളതിന് വേണ്ടി ധാരാളം ബാബുകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും, പ്രത്യേകിച്ചും ഞങ്ങളെ ചെർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ഞങ്ങൾ ബുഖാരി ഓതിയിട്ടുണ്ട് അവരുടെ അടുത്തുനിന്ന്. അവരൊരു ദിവസം പറഞ്ഞു, ഏതോ ഒരാള് ഉസ്താദന്മാർക്ക് ഒന്നും തിരിയില്ല, നമ്മളെ പ്രയോഗങ്ങൾ അവർക്ക് മനസ്സിലാകൂല എന്ന നിലക്ക് സംസാരിച്ചതിന് മറുപടിയായി പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ബാബും ഹദീസും തമ്മിൽ മുനാസബത്ത് പറയുന്ന നമുക്ക് ഈ ജാഹിലീങ്ങളെ വർത്താനാണോ തിരിയാത്തത്? എന്താണ് അവരെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്? അതാണ് ഇമാം ബുഖാരിയുടെ ബാബുകൾ വളരെ ഫിറ്റായിരിക്കും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പലപ്പോഴും പറയുന്ന പ്രയോഗമാണ്, ഇമാം ബുഖാരിയുടെ ബാബുകൾ ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരിയുടെ ബാബുകൾ ഓരോന്നും
ഹദീസുമായി യോജിക്കാത്തത് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. കിതാബുകളിൽ പലരും പലതും എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇമാം ബുഖാരി ധാരാളം വിഷയങ്ങൾ ഹദീസുകൾ പറയുന്നതിൻ്റെ മുമ്പ് ബാബിടും. ആ ബാബിനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അസർ കൊണ്ടുവരും, അല്ലെങ്കിൽ ആയത്ത് കൊണ്ടുവരും. അതിൻ്റെ ശേഷം ഹദീസ് പറയും. ചില ബാബുകൾക്ക് ഹദീസ് പറയില്ല. അവിടെയാണ് ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഹദീസ് അവിടെ പറഞ്ഞില്ല? ഹദീസ് പറയാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഇത് ഹദീസ് പറയൽ മാത്രമല്ല ഈ കിതാബ് കൊണ്ട് ഇമാം ബുഖാരിയുടെ ലക്ഷ്യം പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ തനിമയായ പല കാര്യങ്ങളും ഇവിടെ പറയാനാണ് ലക്ഷ്യമുള്ളത്. അത് തന്നെയാണ് ചില ബാബുകൾക്ക് ഹദീസിനെ പറയാത്തത്. രണ്ടാമത്, ഈ കിതാബിൽ ഹദീസ് പറയാൻ ഇമാം ബുഖാരിക്ക് ധാരാളം നിബന്ധനകളുണ്ട്. ആ നിബന്ധന ഒത്ത ഹദീസ് ചിലപ്പോൾ ഇവിടെ ഉദ്ധരിക്കാറുണ്ടാവില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഈ ആശയം അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാകും. പക്ഷെ ആ സ്ഥിരപ്പെട്ട ഹദീസ് മുഴുവനും ഇവിടെ കൊണ്ടുവരൂല. ഇവിടെ കൊണ്ടുവരാൻ പ്രത്യേക നിബന്ധനകളുണ്ട്. ബുഖാരിയിൽ അത് കൊണ്ടുവരണമെങ്കിൽ, മുസ്നദ് സ്വഹീഹിൽ അത് കൊണ്ടുവരണമെങ്കിൽ, ഈ ജാമിയിൽ അത് കൊണ്ടുവരണമെങ്കിൽ, ഇമാം ബുഖാരിയുടെ പ്രധാന ഷർത്തുകളിൽപ്പെട്ട ഷർത്താണ്. അതാ മനസ്സിലാക്കേണ്ടത്, മുഹദ്ദിസീങ്ങൾ ആരും ഇന്ന നിബന്ധനകൾ, എനിക്ക് പ്രത്യേകമായ നിബന്ധനകൾ ഇന്നതാണെന്ന് അധികവരും പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞതുമുണ്ട്. മുഅന്നനായ ഹദീസിനെ സ്വീകരിക്കുന്നോർത്ത് ഇമാം ബുഖാരിയുടെ ഷർത്ത് മശൂറാണ്. ഇൻഷാഅല്ലാഹ് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. മറ്റുള്ള സഹിയായ ഹദീസ് സ്വീകരിക്കുന്ന ഷർത്തുകൾ ഇമാം ബുഖാരി മറ്റുള്ള ഇമാമിങ്ങളോ വ്യക്തമായി പറഞ്ഞതല്ല. അത് മുമ്പ് നാം പറഞ്ഞതുപോലെ സഹിയായ ഹദീസിനേക്കുള്ള ഷർത്ത് തന്നെയാണ്. താമുള്ളബത്തായ, അതിലായ, സാദല്ലാത്ത, മർദൂദല്ലാത്ത, ഒരീബല്ലാത്ത ഹദീസുകളാണ് സഹീഹ്. അതെല്ലാവരും സമ്മതിച്ചൊരു സത്യമാണ്. അതോടുകൂടെ ഇമാം ബുഖാരിക്ക് ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യലിനേക്കുള്ള പ്രധാന ഷർത്തുകൾപ്പെട്ടൊരു ഷർത്താണ് എന്ത്? ഒരു ഉസ്താദിൻ്റെ, മശൂറായൊരു ഉസ്താദ്, ഒരു ഷെയ്ഖ്, ഒരു മുഹദ്ദിസ്, ആ മുഹദ്ദിസിൻ്റെ വക്കൽ നിന്ന് അവർ ഹദീസ് സ്വീകരിക്കുന്ന റാവിമാർ, ആ റാവിമാരെ 5 ആയി വേർതിരിക്കും. ഒരു ഉസ്താദിൻ്റെ, മഹാനായ ഒരു മുഹദ്ദിസിൻ്റെ ഉദാഹരണം മുമ്പ് നാം ചർച്ച ചെയ്ത സുഹ്രിയെ പോലെ അവരുടെ ശിഷ്യന്മാരെ 5 ആയി തരംതിരിക്കും. 1, ഇമാം സുഹ്രിയോട് കൂടെ കൂടുതൽ കാലം സഹവസിച്ചവർ, അവരോട് കൂടെ അവരുടെ യാത്രയിലും യാത്രയിലും എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടിയവർ, അവരെ കൂടെ തന്നെ കാലങ്ങളോളം കൂടിയ ശിഷ്യന്മാർ, അവരിൽ നിന്ന് യാതൊരു ന്യൂനതയുമില്ലാത്ത പൂർണ്ണമായ താമുള്ളബത്തായ, സാദല്ലാത്ത ഈ പറഞ്ഞ നിബന്ധനകളും എല്ലാമൊത്തവർ, അങ്ങനെയുള്ളവരെ വക്കൽ നിന്ന് മാത്രമേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് ഇമാം ബുഖാരിക്ക് ഒരു ഉസ്താദിനെ തൊട്ട് അവരുടെ ശിഷ്യന്മാരുടെ മശൂറായ ഉസ്താദിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഉസ്താദിൻ്റെ ശിഷ്യൻ ഈ നിബന്ധനത്തവരാവണം, അവരോട് കൂടെ കൂടുതൽ കാലം ജീവിച്ചവരാവണം, ആ ഉസ്താദിനെ പറ്റി പൂർണ്ണമായി പഠിച്ചവരാവണം, പൂർണ്ണമായി അവരുടെ എല്ലാ സ്ഥിതിഗതികളും ഉള്ളും പുറവും അറിയുന്ന ആളായിരിക്കണം ഈ ശിഷ്യൻ. അങ്ങനെയുള്ള ശിഷ്യന്മാരേക്ക് സ്വീകരിക്കുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തെ വിഭാഗം, അവർ ഹദീസ് സ്വഹീഹാവലിന് പറഞ്ഞ താമുൽ വബത്താണ്, ഒറ്റപ്പെട്ട വിഷയമല്ല അവർ പറയുന്നത്, വരീബല്ല അവർ പറയുന്നത്, അത് ഷാദല്ല, ആദിലാണ്, എല്ലാ നിലക്കും ആള് വളരെ ശുദ്ധനാണ്. പക്ഷേ ഈ ഉസ്താദിൻ്റെ കൂടെ കൂടുതൽ കാലം നിന്നിട്ടില്ല,
അവരെടുത്ത് പോയി ഒന്നോ രണ്ടോ ഹദീസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നിന്നു കുറേ ഹദീസുകൾ കേട്ടു. അങ്ങനെയുള്ള ശിഷ്യന്മാരാണെങ്കിൽ അവരുടെ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവരൂല. പക്ഷെ ഇമാം മുസ്ലിം അവിടെ ഹദീസിന്റെ നിബന്ധന എല്ലാം ഒത്താളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യും. കൂടുതൽ കാലം അവരോട് കൂടെ സഹവസിക്കണം. എന്നിട്ട് ഉസ്താദിനെ പറ്റി അവരുടെ അമൽ ഹദീസിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന ഹദീസുകൾ പൂർണ്ണമായി കേട്ടു, അത് ഹിഫ്ളുണ്ട്, മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യും പോലെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഈ റാവിയെ ഇമാം ബുഖാരി ആ റാവി മുഖേന ഹദീസ് റിപ്പോർട്ട് ചെയ്യും. ഉദാഹരണം സുഹ്രിന്റെ ശിഷ്യൻ ഇവർ ഉദാഹരണമായി പറയുന്നത് ഇമാം ഔസാഇ, ലൈസ് ഇബ്നു സഅദ്, ഇങ്ങനെയുള്ള ആളുകൾ സുഹ്രിന്റെ ശിഷ്യന്മാരാണ്. അവർ പലപ്പോഴായി സുഹ്രിന്റെ അടുത്ത് പോയവരാണ്, പക്ഷേ കൂടുതൽ കാലം താമസിച്ചവരല്ല. അവരെ ഇമാം മുസ്ലിം അവരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുഖാരിക്ക് അത് പോരാ, കൂടുതൽ കാലം അവരോട് കൂടെ ജീവിക്കണം. ഇതാണ് ഷർത്ത്. സുഹ്രിന്റെ ശിഷ്യനായ ഇബ്നു ഉയൈന, മാലിക്, ഇങ്ങനെയുള്ള ആളുകളെ പോലെ. രണ്ടാമത്തെ വിഷയം, മൂന്നാമത്തെ വിഭാഗം, അവർ ഇമാം ബുഖാരിയോട് കൂടെ വസാലിസത്തു ജമാഅത്തുൻ ലസിമു സുഹ്രിയ മിസ്ലാഹി തബഖത്തിൽ ഊലാ, ഒന്നാമത്തെ വിഭാഗത്തിന്റെ വിഭാഗം പോലെ ഇമാം ബുഖാരിയോട് കൂടെ ഇമാം ആ മുഹദ്ദിസായ മഹാനോട് കൂടെ കൂടുതൽ കാലം താമസിച്ചു. പക്ഷേ അവര് മറ്റുള്ള മുഹദ്ദിസീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അവർക്ക് എന്തോ തകരാറ് കണ്ടുപിടിച്ചവരാ. അവർക്ക് മറ്റു മുഹദ്ദിസീങ്ങൾ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സുഹ്രിന്റെ ശിഷ്യരാണ്, സുഹ്രിന്റെ കൂടെ കുറേ കാലം താമസിച്ചവരാണ്. പക്ഷേ അവർക്ക് എല്ലാ ശേഷമുള്ള മുഹദ്ദിസീങ്ങൾ അവർ എല്ലാവരും ഇവരെ ഉൾക്കൊള്ളുന്നില്ല. ചെറിയ ചെറിയ തകരാറുകൾ അവരെ പറ്റി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ, എന്നാൽ ഈ റിവായത്ത് ചെയ്യുന്ന മുഹദ്ദിസിനിക്ക്, അവരെ ഉസ്താദാക്കുന്ന മുഹദ്ദിസിന്, ഉസ്താദിന്റെ ഉസ്താദായി അംഗീകരിക്കുന്ന മുഹദ്ദിസിനിക്ക് അവരെ പറ്റിയുള്ള അന്വേഷണത്തിൽ യാതൊരു കുറവുമില്ല. അവരന്വേഷണത്തിൽ അവർ ഉസാറുള്ള എല്ലാ നിബന്ധനകളും സ്വഹീഹ് നിബന്ധന ഒത്തവർ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അവരെ പറ്റി മുറുമുറുപ്പുണ്ട്. എന്നാൽ അവരുടെ ഹദീസ് ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ അംഗീകരിക്കൂല, റിപ്പോർട്ട് ചെയ്യൂല. അങ്ങനെ ഉള്ളവരെ മതി ഇമാം അബൂദാവൂദിനും നസായിക്കും. ഇമാം അബൂദാവൂദ്, ഇമാം നസായി അവരുടെ ഷർത്ത് അതാണ്. അവരുടെ അന്വേഷണത്തിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ലാഞ്ഞാൽ മതി. അവർ കുറേ കാലം നിന്നിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവർ അവരെ പറ്റി പ്രശ്നം പറയുന്നുണ്ട്. പലർക്കും അവരെ പറ്റി പല വിമർശനങ്ങളുമുണ്ട്. പലരും അവർ മത്രൂക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഹദീസ് അത്ര കൊള്ളൂല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇവരുടെ അന്വേഷണത്തിൽ ആ പറയപ്പെടുന്നതെല്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യും. നാലാമത്തെ വിഭാഗം, അവര് കൂടുതൽ കാലം ശൈഖോട് കൂടെ താമസിച്ചവരല്ല. അവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ കാലം ശൈഖോട് കൂടെ താമസിക്കാതിരിക്കലോട് കൂടെ ആരൊക്കെ അവരെ പറ്റി ഹദീസിന് കൊള്ളാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അവരെ ശൈഖോ അല്ലെങ്കിൽ ശൈഖിന്റെ ശൈഖോ ആയി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവർ മുഖേന വന്ന ഹദീസുകളിൽ ഇവരുടെ അന്വേഷണ പ്രകാരം, ഇവരുടെ ശൈഖന്മാരുടെ അന്വേഷണ പ്രകാരം അവർക്ക് യാതൊരു കുഴപ്പവും കണ്ടിട്ടില്ല. കൂടുതൽ കാലം നിന്നവരല്ല. ആരൊക്കെ അവരെ പറ്റി വിമർശിക്കുന്നുണ്ട്, അത് അസൂയക്ക് വേണ്ടിയാവാം. എന്തായാലും കൂടുതൽ കാലം ഉസ്താദിൻ്റെ അടുത്ത് നിന്നവരല്ല, അതോടുകൂടി അഭിപ്രായ വ്യത്യാസമുള്ളവരുമാണ്. എന്നാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അന്വേഷണ പ്രകാരം, പഠനപ്രകാരം അവർ ശുദ്ധരാണ്, സഹീഹിന്റെ നിബന്ധനത്തവരാണ്. എന്നാൽ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യും.
ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിബന്ധന. ഇവിടെ അഞ്ചാമത്തെ ഒരു വിഭാഗമുണ്ട്. അത് എല്ലാവരും ഒഴിവാക്കിയതായ ലഈഫാണെന്ന് പ്രഖ്യാപിച്ച വിഭാഗമാണ്. അതേതാ? ഈ പറഞ്ഞ ശർത്തൊന്നും ഒത്തവരല്ല. അവര് പൊതുവെ അറിയപ്പെട്ട ളുഅഫാ ആണ്. അവര് വലിയ മഹാന്മാരോട് കൂടെ, സുഹ്രിന്റെ അടുത്ത്, സുഫിയാൻ ഇബ്നു ഉയൈനയോട് കൂടെ, ഇമാം മാലിക്കിന്റെ അടുത്ത് പോയി, ഇങ്ങനെ അഹ്മദ് ഹംബലിന്റെ അടുത്ത് പോയി ഹദീസ് പഠിച്ചവരാണ്, അവർ ശിഷ്യന്മാരാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അവർ ളുഅഫാ ആണ്. അവർക്ക് അദാലത്ത് പോരാ, താമുള്ളവത്ത് പോരാ എന്നറിയപ്പെട്ട ആളാണ്. അവരെ ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യൂല, അത് ഒരാൾ റിപ്പോർട്ട് ചെയ്യൂല. അപ്പൊ ഈ ഒരു വ്യത്യാസത്തിൽ നിന്ന് തന്നെ, അതുപോലെ മുഅൻഅനായ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തമ്മിൽ വലിയ പ്രശ്നമുള്ള. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം ബുഖാരിയെയും അതുപോലെയുള്ള നിബന്ധന വെച്ച മുഹദ്ദിസീങ്ങളെയും ഇമാം മുസ്ലിം വളരെ കർശനമായി എതിർക്കുന്ന, പല ന്യായങ്ങളെ കൊണ്ട് എതിർക്കുന്ന, മുസ്ലിം ഓതിയവർക്ക് അറിയാമത്, ഞാനതിവിടെ പറയുന്നില്ല. മുഅൻഅനായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു മുഹദ്ദിസ്, അവരെ ഉസ്താദിനെ തൊട്ട് ഹദീസ് പറയാ, അൻ ഫുലാൻ, ഇന്നവരെ തൊട്ട് അന്നുപയോഗിച്ച് ഹദീസ് പറയാ. ഹദ്ദസനാ എന്നല്ലാതെ, അഖ്ബറനാ എന്നല്ലാതെ അന്നുപയോഗിച്ച് ഹദീസ് പറയുക. ഉദാഹരണം, അനി സുഹ്രി എന്ന് ഒരാൾ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹ്രിന്റെ ശിഷ്യനായ ഒരാൾ അനി സുഹ്രി എന്ന് ഹദീസ് പറഞ്ഞാൽ അർത്ഥം എന്താ? സുഹ്രിയെ തൊട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുഹ്രിന്റെ വക്കൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സൂര്യ എനിക്ക് പറഞ്ഞു തന്നതാണ് എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ വെക്കേണ്ടത്. പക്ഷേ അങ്ങനെ അർത്ഥം വെച്ച് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമാം മുസ്ലിം പറയുന്നു, അവർ രണ്ടാളും ഒരു കാലത്ത് ജീവിച്ചു എന്ന് തെളിയണം. ഈ പറയുന്ന ആളും ആ ഉസ്താദും രണ്ടാളും ഹദീസിന് പറയപ്പെട്ട വലിയ മുഹദ്ദിസീങ്ങളാണ്. അവർ രണ്ടാളെ പറ്റിയും ഒരാൾക്കും ഒരു കംപ്ലൈൻറ്റുമില്ല. അങ്ങനെയുള്ള ഒരു മുഹദ്ദിസ്, അവർ ഉസ്താദാവാൻ പറ്റുന്ന മറ്റൊരു മുഹദ്ദിസിനെ തൊട്ട് അന്നുപയോഗിച്ച് ഹദീസ് പറയുമ്പോൾ രണ്ടാളും മഹത്തുക്കളാണ്, രണ്ടാളെ പറ്റും ഒരു കുറവുമില്ലെങ്കിൽ പിന്നെ ഒരു കാലത്ത് ജീവിച്ചവരാണ് എന്ന് വന്നാൽ തന്നെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അവരെ വക്കൽ നിന്ന് ഹദീസ് കേട്ടു എന്നാണ്. അവിടെ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. അവിടെ ഇമാം ബുഖാരി പറയും, പോരാ, അവർ രണ്ടാളും നേരിട്ട് ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി എന്ന് തെളിയണം. ചരിത്രപരമായി അവർ രണ്ടാളും അവരുടെ ജീവിതത്തിൽ രണ്ടാളും തമ്മിൽ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി എന്ന് തെളിയണം. എന്നെങ്കിലേ ആ മുഅൻഅനായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇമാം ബുഖാരി. എന്തായാലും ഇമാം ബുഖാരിയുടെ നിബന്ധന ഓവറാണ്. ആദ്യം പറഞ്ഞ തബഖാത്തുൽ റുവാത്തിന്റെ വിഷയത്തിലും മുഅൻഅനായ ഹദീസിന്റെ വിഷയത്തിലും കുറച്ച് കടുപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഹദീസ് അസഹായി മാറിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം, സ്വഹീഹിനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം വെറും ഹദീസിനെ മാത്രം ജമ് ചെയ്യലായിരുന്നില്ല. ഹദീസുകളിൽ നിന്ന് കാര്യങ്ങളെ എങ്ങനെയാണ് ഗ്രഹിച്ചെടുക്കേണ്ടത് എന്ന് വിശദീകരിക്കലും, പ്രത്യേകമായി ഫിഖ്ഹ്, സീറ, തഫ്സീർ ഇതെല്ലാം കൊണ്ടുവരൽ ലക്ഷ്യമായിരുന്നു. ഇമാം മുസ്ലിമാണെങ്കിലോ അവിടെ ലക്ഷ്യമുണ്ടായിരുന്നത് സ്വഹീഹായ ഹദീസിനെ മുഴുവന കഴിയുന്നത്ര ശേഖരിക്കുക, കഴിയുന്നത്ര ഉള്ള ഒരു കിതാബ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ സ്വഹീഹും മുസ്ലിമും കൊണ്ടുവന്നിട്ടില്ല. വഖസ്തു മുസ്ലിമിൻ, ബുഖാരിന്റെ നേരത്തെ പറഞ്ഞ ബുഖാരി ലക്ഷ്യം എന്തായിരുന്നു? فغرض البخاري تخريج الأحاديث الصحيحة واستنباط الفقه والسيرة والتفسير. ഇമാം മുസ്ലിമിന്റെ ലക്ഷ്യമുള്ളത് തജ്രീദു സിഹാഹ് ബിദൂനി തഅർറുദിൻ ലിൽ ഇസ്തിൻബാത്ത്, ഹദീസിൽ നിന്ന് എങ്ങനെയാണ് മസലകൾ കണ്ടുപിടിക്കേണ്ട രീതി, എങ്ങനെയാണത് കണ്ടുപിടിക്കുക
എന്നുള്ള ആ ഇസ്തിംബാത്തിലേക്ക് വെളിവാവൽ കൂടാതെ, അത് പറയാതെ ഹദീസുകൾ മുഴുവനും ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂട്ടുക. അതുകൊണ്ടാണ് ഇമാം ബുഖാരി നോക്കുന്നതിനേക്കാളും ഹദീസ് കണ്ടെത്താൻ എളുപ്പം മുസ്ലിമാണ്. ചില മുസ്ലിമിൽ ഒരേ വിഷയത്തിലുള്ള ഹദീസുകൾ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാകുക. പക്ഷെ ഇമാം മുസ്ലിം ബാബു പോലും ഇട്ടിട്ടുമില്ല. മുസ്ലിമിൻ്റെ ബാബുകളെല്ലാം മറ്റു ശാരീങ്ങളുടെ ബാബുകളാണ്. ആ ബാബുകളിൽ വെച്ച് ഏറ്റവും ഇന്ന് ലോകത്ത് തിളങ്ങുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശറഹുകളാകുന്നു. അപ്പം കിതാബ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം തന്നെ വ്യത്യാസമുണ്ട്. ബുഖാരി ഇമാമിൻ്റെ ലക്ഷ്യമുള്ളത് ഹദീസുകളെ ജമ്മു ചെയ്യ സഹീഹായ നിബന്ധനകളൊത്ത വളരെ ശുദ്ധമായ ഹദീസുകളെ കൊണ്ടുവരലോടുകൂടെ എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും അഅ്മാലുകളും സീറകളും തഫ്സീറുകളും ഖുർആൻ അർത്ഥം വെക്കേണ്ടതും എങ്ങനെയെന്ന് പഠിപ്പിക്കലുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ദീനിന് വേണ്ടി ചെയ്യാൻ ഇമാം ബുഖാരി സ്വഹീഹിനെ ഉപയോഗപ്പെടുത്തി. അവിടെ സ്വഹീഹുൽ ബുഖാരി ഉപയോഗപ്പെടുത്തി. ആ ഒരു ഉപയോഗപ്പെടുത്തൽ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ചെയ്തില്ല. ഇമാം മുസ്ലിം വെറും ഹദീസുകളെ മാത്രം ജമ്മു ചെയ്തു. അതിൽ നിന്ന് കാര്യങ്ങൾ എന്തെല്ലാം എങ്ങനെയെല്ലാം കിട്ടുമെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല, ബാബു പോലും ഇട്ടില്ല. പിന്നെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ലക്ഷ്യമുള്ളത് ലോകത്തുള്ള മഹാന്മാരായ മുജ്തഹിദീങ്ങൾ, സ്വഹാബത്തുകൾ, താബിഊകൾ അവർ ലക്ഷ്യം പിടിച്ച ഹദീസുകൾ എന്തല്ല, അവർ ഏതെല്ലാം ഹദീസുകളെ കൊണ്ടെല്ലാം തെളിവ് പറഞ്ഞു, അങ്ങനെയുള്ള ഹദീസുകളെ മുഴുവനും കൊണ്ടുവരിക, എല്ലാം ജമ്മു ചെയ്യുക. അതിൽ സ്വഹീഹായതുണ്ടെങ്കിൽ സ്വഹീഹുണ്ട്, ഹസനുണ്ട്, ലഈഫുണ്ട്, അമലിന് പറ്റുന്നതുണ്ട്, പലതും അതിലുണ്ട്. പക്ഷേ ഇമാം അബൂ ദാവൂദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ദക്കർതു ഫീ കിതാബി ഹദീസൻ അജ്മഅ അന്നാസു അലാ തർക്കിഹി. ലോകത്തുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും ഒഴിവാക്കിയ ഒരു ഹദീസ് അത് ഞാനിതിൽ കൊണ്ടുവന്നിട്ടില്ല. ചില ആളുകൾ തള്ളിയിട്ടുണ്ടാവും, ചില ആളുകൾ കൊണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഹദീസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ലഈഫായ ഹദീസാണെങ്കിൽ അതിൽ ഇന്നാലിന്ന റാവി ഉള്ളത് കൊണ്ട് ഈ ഹദീസ് ലഈഫാണെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ ഓരോരോ ഹദീസിനും പ്രത്യേകം വാബുകളിട്ട് ഇന്ന വിഷയങ്ങൾ കിട്ടുന്ന ഹദീസാണ് ഈ പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അബൂ ദാവൂദ് അവരുടെ സുനന് ക്രോഡീകരിച്ചതിൻ്റെ ശേഷം അതിൻ്റെ കോപ്പി ലോകത്തുള്ള വലിയ വലിയ മഹാന്മാരിലുള്ള ഭാഗത്തേക്ക് മക്ക, മദീന, മിസ്ർ പോലെയുള്ള പ്രദേശത്തേക്കെല്ലാം കോപ്പി അയച്ചു. എന്നിട്ട് അവരോട് ഇപ്പോൾ എഴുത്തും വിട്ടു. ആ എഴുത്ത് മശൂറാണ്. ഞാൻ എൻ്റെ കിതാബിൽ, എൻ്റെ ഈ സുനനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വാരിതായ അഹ്കാമുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസും ഞാൻ ഇതിൽ ജമ്മു ചെയ്തിട്ടുണ്ട് എന്ന് വാദം വാദിച്ചിട്ടുണ്ട്. അഹ്കാമുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ഞാൻ ഇതിൽ ജമ്മു ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദിന്റെ കത്തിലുള്ളതാണത്. അതെല്ലാവരും സമ്മതിച്ചും ചെയ്തു. അതുകൊണ്ടാണ് ശാഫി മദ്ഹബിലെ ഫുഖഹാ ഇജ്തിഹാദിനിക്ക് ഹദീസ് വേണം, ഹദീസ് എല്ലാം ജമ്മു ചെയ്യണം, അതിനിക്ക് തദ്വീൻ ചെയ്യപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിനെ അവലംബിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്ത് പ്രത്യേകമായി തുഹ്ഫ പോലെയുള്ള കിതാബുകളെല്ലാം പറഞ്ഞത് കസുനനി അബീ ദാവൂദ, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനന് പോലെ. ആ സുനന് അവലംബിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മുജ്തഹിദാവാം.
മുസ്തഹിദാവാൻ ഹദീസ് കിട്ടാൻ. മുസ്തഹിദാവാൻ്റെ അർത്ഥം ഹദീസ് ഇസ്തിഹാദ് ചെയ്യാനുള്ള ഹദീസ് അബൂദാവൂദിലുണ്ട്, അത് മാത്രം അവലംബിച്ചാൽ തന്നെ മതി ഒരാൾ മുസ്തഹിദാവണമെങ്കിൽ. അതിനർത്ഥം മുസ്തഹിദാവാൻ അബൂദാവൂദ് മാത്രമല്ല, മുസ്തഹിദായി എന്നല്ല, ഇസ്തിഹാദിന് വേണ്ടുന്ന എല്ലാ കാര്യവും വേണം. മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ അവർക്ക് സ്വന്തം ഉസൂല് വേണം, ഇസ്തിഹാദ് വേണ്ട, ബാക്കിയുള്ള എല്ലാം വേണം. ഹദീസ് ഇസ്തിഹാദിന് ആവശ്യമാണ്. ആ ആവശ്യമുള്ള ഇസ്തിഹാദിന് വേണ്ട അഹ്കാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും അബൂദാവൂദിലുണ്ട് എന്ന് ഇമാം അബൂദാവൂദ് വാദിക്കുകയും അത് എല്ലാവരും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തുർമുദി അവരുടെ കാഴ്ചപ്പാട് പ്രത്യേക കാഴ്ചപ്പാടാണ്. അവിടെ കിതാബ് ജാമിയാണ്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ചർച്ച നമുക്ക് ചെയ്യാം, പിന്നീട് ചെയ്യാം. ആ തുർമുദി ഇമാമിൻ്റെ പോക്ക് രണ്ട് പോക്ക് കൂടിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഒരു പോക്ക്, അവരുടെ സ്വഹീഹായ ഹദീസുകളെ ജമ്മു ചെയ്യുക, ഇസ്തിംബാത്ത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക. അതോടുകൂടെ ഹുക്കുമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, മറ്റുള്ളവർ ലക്ഷ്യം പിടിച്ച ഹദീസുകൾ ഏതുണ്ടോ അത് മുഴുവനും കൊണ്ടുവരിക. രണ്ടിൻ്റെയും ഇടയിൽ ബൈനായിട്ടാണ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ മദാഹിബുകൾ, താബീങ്ങളുടെ അക്വാലുകൾ, ഫുഖഹാ മുജ്തഹിദീങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തുർമുദിയിൽ കാണാം. ഇങ്ങനെ ഓരോരോ കിതാബുകൾ ഉണ്ടാക്കുമ്പോൾ അവരവരുടെ ലക്ഷ്യങ്ങൾ വെവ്വേറെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായ ലക്ഷ്യം, ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ലക്ഷ്യം, പൂർണ്ണമായ ലക്ഷ്യം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടേതായതുകൊണ്ട് ഇമാം ബുഖാരിയുടെ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് ഇതായി മാറി. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഈ കിതാബ് അൽ ജാമിഉ സ്വഹീഹു അൽ മുസ്നദു മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുനനിഹി വഅയ്യാമിഹി എന്ന കിതാബ് ചുരുക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. ആ കിതാബ് ഇമാം മുസ്ലിം റളിയല്ലാഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിലുള്ള ഓരോരോ ആയത്ത് ഹദീസുകളെയും അതിൽ വെച്ചത് 2 റക്അത്ത് കുളിച്ചു 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം മാത്രമാണ്. ഇസ്തിഖാറത്ത് ചെയ്യും, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേക സമ്മതം കിട്ടിയാൽ ആ ഹദീസ് കൊടുക്കും. അതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ബുഖാരിയുടെ ബാബുകൾ ബാബുകൾ ബുഖാരിയിൽ ഞാനത് സ്ഥിരപ്പെടുത്തിയത്. അത് എങ്ങനെ സ്ഥിരപ്പെടുത്തിയത് എന്ന് ഉലമാനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ ഇമാം ഫത്ഹുൽ ബാരി പറഞ്ഞതാണ് ഹഖ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം? ഇമാം ബുഖാരി ഓരോരോ ബാബുകൾ ഹദീസുകൾ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ബാബ് എഴുതും. ബാബ് എഴുതിയതിൻ്റെ ശേഷം കുളിച്ചു നിസ്കരിച്ചു ഇസ്തിഖാറത്ത് ചെയ്ത് അനുമതിയോട് കൂടെ ഹദീസ് കൊടുക്കും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഇമാം ബുഖാരി പോയിരുന്നപ്പോൾ അതിൻ്റെ 2ാമത്തെ പകർപ്പ്, ആദ്യത്തെ എനിക്ക് തസ്വീദ് അറിയും, അതിൻ്റെ തബീൽ കഴിക്കുന്ന സമയത്ത് ഈ ലേഖനങ്ങൾ എഴുതുന്നവർക്കറിയാം, ആദ്യം എഴുത്തും പിന്നീട് 2ാമത് അതിൻ്റെ തെറ്റുകളെല്ലാം തിരുത്തിയിട്ടൊരു ആവർത്തിച്ചെഴുത്തുണ്ട്. ആ എഴുതുന്ന സമയത്ത് റൗളയിൽ പോയിരുന്നു. ഓരോരോ ബാബിനിക്കും ഈ 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ടാണ് മഹാനവറുകൾ ആ ബാബ് എഴുതിയിട്ടുള്ളത്, 2ാമത് പകർത്തി എഴുതിയിട്ടുള്ളത്. ചില ആളുകൾ പറയുന്നത് ആദ്യം ഹദീസ് ഇമാം മുസ്ലിം ചെയ്തതുപോലെ ബാബ് ഹദീസുകൾ ജമ്മു ചെയ്തു, പിന്നീട് റൗളയിൽ വെച്ച് ബാബ് കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ്. അത് പറയുന്നവരുണ്ട്. അതിനേക്കാളും നല്ല അഭിപ്രായം ആദ്യം പറഞ്ഞതാണെന്നാണ് മഹാന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ അടക്കമുള്ള ശുറൂഹ് നോക്കിയാൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുഖാരി പഴയ കാലത്ത് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ ബുഖാരി തുറന്നു വച്ച് അതിലുള്ള 1-2 ബാബുകളോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഓതി തീർത്താൽ ഏത് പ്രയാസങ്ങളും തീരുമായിരുന്നു.
മുജറബാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് ബുഖാരി വദമാ കുരിയ ഫീ സിദ്ദത്തിന്നില്ല ഫുരിജത്ത് വലാ റുകിബ ബിഹി ഫീ മർകബിൻ ഇല്ലാ നജത്ത്. ഏത് പ്രയാസമുണ്ടോ അതിൽ ബുഖാരി ഓതിക്കഴിഞ്ഞാൽ ആ പ്രയാസം തീരും. ഏത് യാത്രാ സംഘത്തിനും ബുഖാരി ഒപ്പം കൊണ്ടുപോയോ എങ്കിൽ പിന്നെ ആ സംഘം സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്തെത്തും. അതിന് കാരണം പറയുന്നത് വകാന മുജാബദ് ദഅവ, ഇമാം ബുഖാരി ദുആക്ക് ഇജാബത്തുള്ളവരായിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്. ബുഖാരിക്കെതിരുന്നവർക്കെതിരായി ദുആ ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയതും ആ ഖാലിദ് രാജാവും അതിന് പ്രവർത്തിച്ച ആലിമ്യങ്ങളും എല്ലാം വളരെ നീചമരായി ഈ ദുനിയാവിനോട് വിട പറഞ്ഞ ഘട്ടം നാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഇമാം ബുഖാരി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശത്രുക്കൾക്കെതിരായി ദുആ ചെയ്തൂടെ. ഞാൻ 1-2 ദുആ ചെയ്തിട്ട് എന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഇനി ഞാൻ അതിന് ദുആ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുമായിരുന്നു ഇമാം ബുഖാരി. ആ ഇമാം ബുഖാരി മുജാബുദ് ദഅവത്താണ്. അവർ വഖദ് ദഅാ ലികാരിഹി, ഇത് ഓതുന്ന ബുഖാരി ഓതുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഇമാം ബുഖാരി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങൾക്കും ബുഖാരി ഇമാമിൻ്റെ ബുഖാരി എടുത്ത് വായിച്ചാൽ ഓതിയാൽ ആ പ്രശ്നപരിഹാരം ഉണ്ടാകും. ഒരാൾ ഹാഫിൽ ഇമാദുദ്ദീൻ ഇബ്നു കസീർ എന്നവർ പറയാണ്, വകിതാബുൽ ബുഖാരി സ്വഹീഹു യുസ്തസ്കാ ബിഖിറാഅതിഹിൽ വമാം വഅജ്മഅ അലാ ഖബൂലിഹി വസിഹ്ഹതി മാ ഫീഹി അഹ്ലുൽ ഇസ്ലാം. കണ്ടില്ലേ, ഈ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ഇമാം ബുഖാരിയുടെ ബുഖാരി എടുത്തു വെച്ചുകൊണ്ട് തവസോദിയിട്ട് തവസ്സുലാക്കിയാൽ മഴ വർഷിക്കും. ഇമാം ഷെയ്ഖ് അബ്ദുൽ ഹഖ് ദഹ്ലവി പറയാണ്, അസിഹത്തുൽ ലംആത്ത് എന്ന കിതാബില് മശായിഖന്മാർ, ഉലമാക്കൾ, സിഖാത്ത് ഇവരിൽ നിന്നുള്ള പലരും സ്വഹീഹുൽ ബുഖാരിയെ ഓതിയിട്ടുണ്ട്. ലിഹുസ്നിൽ മറാമാത്തി, ലിഹുസ്നിൽ മുറാദാത്തി, വഖിഫായത്തിൽ മുഹിമ്മാത്തി, വഖളായിൽ ഹജാത്തി, വദഫിൽ ബലിയാത്തി, വകശ്ഫിൽ കുറുബാത്തി, വസിഹത്തിൽ അംറാദി, വശിഫായിൽ മർളാ ഇൻദൽ മലായികി വശദായിദി ഫഹസന മുറാദുഹും വഫാസു ബിമകാസിദിഹിം വവജദൂഹു കത്തിറിയാകി മുജറബാ. ഏത് പ്രശ്നങ്ങൾക്ക് മഹാന്മാർ ഇമാം ബുഖാരിയുടെ ബുഖാരി എടുത്ത് ചോദിയാൽ അവർക്കെല്ലാവർക്കും അതിലേക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. ഇതൊരു മുജറബായ, ഒരു നിലക്കും അതിലേക്ക് പരിവർത്തനം വരാത്ത, പഴക്കാത്ത, പരിശോധിക്കപ്പെട്ട ഒറ്റമൂലിയാണ്. ഇമാം ബുഖാരി പ്രശ്നങ്ങൾക്ക് വേണ്ടി ബുഖാരിയുടെ ബുഖാരി ഓതിയാൽ മതി. ഒരു ഇമാം പറയാണ്, അസ്സയ്യിദ് ജമാലുദ്ദീൻ അൽ മുഹദ്ദിസ് അൽ ഉസ്താദായ സയ്യിദ് അസീലുദ്ദീനെ തൊട്ട് പറയാണ്, അദ്ദേഹം ബുഖാരി 120 പ്രാവശ്യം അവരുടെയും മറ്റുള്ളവരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓതിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ മുഴുവനും തീർന്നിട്ടുണ്ട്. അത് ബർക്കത്താണ് ഇമാം ബുഖാരിയുടെ. ഇമാം ബുഖാരി അങ്ങനെ തന്നെയല്ലേ? ബുഖാരി ഇമാം വഫാത്തായതിൻ്റെ ശേഷം സമർക്കന്ദിൽ വലിയ വരൾച്ച വന്നു. 200 കൊല്ലത്തിൻ്റെ ശേഷം ആ വരൾച്ച വന്നപ്പോൾ അവിടെയുള്ള ഒരു മഹാൻ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, ഇമാം ബുഖാരിയുടെ ഖബറിൽ പോയി ദുആ ചെയ്യുക. അങ്ങനെ ഈ മഹാൻ അന്നത്തെ ഭരണാധികാരിയോട് പറയുകയും ഭരണാധികാരി അത് ശരിവെക്കുകയും അവരെല്ലാവരും കൂടി വന്ന് കരഞ്ഞ് ഇമാം ബുഖാരിയെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ വലിയ മഴ വർഷിച്ചു. അത് ഇമാം ബുഖാരിയെ ഖബറിൽ ചെന്ന തവസ്സുലാണ്. അതുപോലെ എല്ലാവർക്കും ഖബറിൽ പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് നമ്മുടെ അടുക്കലുണ്ട്. അത് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ.